വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപ പരാമർശം നടത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദിയെ ജാലവിദ്യക്കാരൻ എന്ന് വിളിച്ചുകൊണ്ടാണ് അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത്. വനിതാ സംവരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കവെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം പ്രകോപനകരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. നേരിട്ട് വലിയ രീതിയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഭവ്യത ഭാവിക്കുന്ന രാഹുൽ ഗാന്ധി ആകട്ടെ ലോക്സഭയിൽ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി ആകട്ടെ മോദിക്കെതിരെ ഗർജിക്കുന്ന സിംഹമായി മാറുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പ്രതികരണമായി തന്നെ BJP അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നോട്ട് നിരോധനം പോലെ തന്നെ പ്രധാനമന്ത്രി നടത്തിയ ജാലവിദ്യകളാണ് ബാൽക്കോട്ടും ഓപ്പറേഷൻ സിന്ദൂറും എന്നതായിരുന്നു രാഹുലിന്റെ പരാമർശം. പാക് മണ്ണിൽ കടന്ന് ഭീകരരെ തുരത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെ മാജിക് എന്ന് വിളിച്ച് നിസാരവൽക്കരിക്കാനാണ് രാഹുൽ ശ്രമിച്ചതെന്നതാണ് ഭരണപക്ഷം ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജാലവിദ്യക്കാരൻ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ് എന്നും ജനശ്രദ്ധ തിരിക്കാനാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നതെന്നും രാഹുൽ ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല ഇത്തരത്തിൽ പല തവണയായി തന്നെ പ്രധാനമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് അദ്ദേഹം ഓരോ പരാമർശങ്ങളും നടത്തിയത് ഇതിനു മുൻപും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള അവസരമായി തന്നെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് BJP അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. വാ അടപ്പിക്കാൻ തങ്ങൾക്ക് അറിയില്ല എന്ന് ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി വിചാരിക്കരുത് എന്ന രീതിയിൽ ഇവിടെ BJP അടക്കം വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത ബാൽക്കോട്ട് വ്യോമ ആക്രമണത്തെയും കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാലവിദ്യ എന്ന് വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആകട്ടെ അധിക്ഷേപ പരാമർശം നടത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ അഭിമാനമായ സൈനിക നീക്കങ്ങളെ രാഷ്ട്രീയ നാടകങ്ങളായി തന്നെ ചിത്രീകരിച്ച രാഹുലിന്റെ ആ നടപടിക്കെതിരെ BJP അംഗങ്ങൾ സഭയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശമാകട്ടെ രാജ്യവിരുദ്ധമാണ് എന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ രക്തത്തെയും വിയർപ്പിനെയും അദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് BJP അംഗങ്ങൾ രാഹുലിനെതിരെ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. രാജ്യസുരക്ഷയ്ക്കായി തന്നെ സൈന്യം നടത്തുന്ന പോരാട്ടങ്ങളെ പരിഹസിക്കുന്നത് കോൺഗ്രസിന്റെ പതിവ് ഒരു ശൈലിയായി തന്നെ മാറിയിരിക്കുകയാണ്. ബാൽക്കോട്ട് ആക്രമണത്തിന് തെളിവ് ചോദിച്ചവർ ഇപ്പോൾ സൈനിക നീക്കങ്ങളെ ജാലവിദ്യ എന്ന് വിളിക്കുന്നത് പാകിസ്ഥാനെ അവിടെ സഹായിക്കാനാണ് എന്നും വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. രാഹുലിന്റെ മാന്ത്രിക പരാമർശം സഭയിൽ വലിയ ബഹളത്തിന് കാരണമാവുകയും രാജ്യം മുഴുവൻ സൈന്യത്തെ ചേർത്ത് പിടിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ നടത്തുന്ന ഇത്തരം വിടുവായ്ത്തരങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം കടുത്ത പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനു മുൻപും ഇത്തരത്തിൽ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി രാഹുൽ ഗാന്ധി ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ പല രീതിയിലും പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.